ഏജ് എന്ന് പറയുന്നത് ഒരു കടമ്പയല്ലെന്ന് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും മനുഷ്യർക്ക് സാധാരണയായിട്ട് 3 ഏജുകളാണുള്ളത്. അതിലൊരു ഏജ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ക്രൊണോളജിക്കൽ ഏജാണ്. ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറയുമ്പോൾ 1, 2, 3. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഹാരിസിന്റെ അനിയൻ ഇവിടെ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ ബർത്ത്ഡേകളും അല്ലെങ്കിൽ അതിൻ്റെ ദിവസങ്ങളും നമ്മുടെ ഓരോ ഏജിനെ സൂചിപ്പിക്കുന്നു. അത് നമ്മുടെ ക്രൊണോളജിക്കൽ ഏജാണ്. എന്നാൽ നമുക്ക് അതേപോലെ തന്നെ ബയോളജിക്കൽ ഏജ് ഉണ്ട്. ബയോളജിക്കൽ ഏജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞിട്ടും കണ്ണട വെക്കാതെ നടക്കുന്ന ഒരാളുടെ കണ്ണ് 40 വയസ്സിന് താഴെയാണ് എന്നർത്ഥം. ബയോളജിക്കലി അയാളുടെ കണ്ണ് താഴെയാണ്. ഏകദേശം 80യും 90യും ആയിട്ടും പ്രത്യേകിച്ച് അസുഖമൊന്നും ബാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് എങ്കിൽ അദ്ദേഹത്തിന്റെ കിഡ്നി ഏജ് വൈസ് ഒരുപാട് താഴെയാണ്. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടും അയാളുടെ ബുദ്ധിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ, പ്രത്യേകിച്ച് മറവി രോഗം പോലെയുള്ളതൊന്നും വരുന്നില്ല എങ്കിൽ അയാളുടെ ബുദ്ധി, അയാളുടെ ബ്രെയിൻ അയാളുടെ ഏജിനേക്കാളും താഴെയാണ്. അതിനെ നമുക്ക് ബയോളജിക്കൽ ഏജ് എന്ന് വിളിക്കാം, ബയോളജിക്കൽ ഏജ്. എന്നാൽ നമുക്ക് ഇനി മറ്റൊരു ഏജ് കൂടിയുണ്ട്. ആ ഏജിന്റെ പേര് സത്യത്തിൽ ക്രൊണോളജിക്കലുമല്ല ബയോളജിക്കലുമല്ല, അത് സൈക്കോളജിക്കൽ ഏജ്, മനഃശാസ്ത്രപരമായിട്ടുള്ള നമ്മുടെ ഏജ്. ഓരോ ടീച്ചേഴ്സും മനസ്സിലാക്കേണ്ട കാര്യമാണ് മെന്റൽ ഏജ്. ഇവിടെ തമാശ പറഞ്ഞ് കളിച്ച് ചിരിപ്പിച്ച് ഓടി നടന്ന് ക്ലാസ് എടുക്കാൻ പ്രവീൺ സാർ ഉണ്ട്. ഞാൻ പ്രവീണിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്ന്. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഓടി നടന്ന് എടുക്കും. അപ്പം അതേ രൂപത്തിൽ ഞാനും എടുക്കണ്ട എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്പീച്ച് ലെവൽ ട്രെയിനിങ് ആക്കിയത്. നിങ്ങൾക്ക് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിന്, ഞാനും ഏകദേശം 23 വർഷമായിട്ട് അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകന്റെ മനോഗതം അറിയുന്നത് കൊണ്ട് പറഞ്ഞോട്ടെ, ടീച്ചേഴ്സിനും ട്രെയിനിങ് എടുക്കാറുണ്ട്. സ്റ്റേറ്റ് ലെവലിലെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്നതും ഒരു സ്റ്റേറ്റ് ലെവൽ ക്യാമ്പാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ ആര് എന്ന് ഓരോരുത്തരും നമ്മളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പേ നമ്മൾ ഉശിരോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ആവേശമാണ് നമുക്കധികം വയസ്സായിട്ടില്ല എന്നുള്ള ചിന്താഗതി. വയസ്സായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഏജിന്റെ നേർപാതിയായിരിക്കണം. നേർപാതി. നമുക്കിപ്പോൾ 40 വയസ്സായി എന്ന് തോന്നുക അല്ലെങ്കിൽ കരുതുക. ആ സമയത്ത് നമ്മുടെ ഏജ് കൃത്യമായി 20-ലായിട്ട് തളച്ചിടണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുക. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഇവിടുത്തെ അമ്മയുടെ പ്രസിഡന്റ് വന്നിട്ട്, ഇവിടെ ശ്വേതാമേനോൻ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ആ ഗ്രൂപ്പിൽ ഒരുപാട് ഏജുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് കൊടുക്കുന്ന മറുപടി എനിക്കിപ്പോൾ 35 ആയി എന്നാണ്. 74-ാം വയസ്സിലേക്ക് കടന്നിട്ടുള്ള മെഗാസ്റ്റാർ പോലും മനസ്സിൽ കരുതുന്നത് അദ്ദേഹത്തിന്റെ പാതി വയസ്സേ ആയിട്ടുള്ളൂ എന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ആദ്യം നമ്മളെല്ലാവരും കരുതേണ്ടത്, നമ്മെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏജ് നമ്മുടെ ടോട്ടൽ ഏജിന്റെ പാതിയാകുമ്പോഴാണ് സൈക്കോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് വളരെ ഫിറ്റായി പോകുന്നത്. അതുണ്ടാകുമ്പോഴാണ് ആവേശം നമുക്കുണ്ടാവുക. കുട്ടികളെ പോലെ മനസ്സ് എല്ലാ കാലത്തും നമുക്കുണ്ടാകണമെന്ന്. കാരണം കുട്ടികളാണ് തളർച്ചയിൽ നിന്ന് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് വരുന്നത്. ഒരു കുട്ടി ഓടാൻ കഴിയുന്നതിന് മുമ്പേ, അവൻ നടക്കാൻ കഴിയുന്നതിന് മുമ്പ് ഒരുപാട് തവണ വീഴുന്നുണ്ട്. വീണാണ് ആ കുട്ടി പഠിക്കുന്നത്. വീണിട്ടും അമ്മയുടെ അരികിലേക്ക് നടക്കുന്നൊരു നടത്തമുണ്ട്. വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാട്ടെ. ഒരിക്കൽ വീഴും, അപ്പൊ അമ്മ അവിടെ നിന്ന് മാടി വിളിക്കുമ്പോൾ വീണ്ടും ചിരിച്ചോണ്ടാ പിന്നെ ഓടുക. വീണിടത്ത് നിന്ന് വീണ്ടും എഴുന്നേറ്റോടുന്ന കുട്ടികളെ പോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഓരോ കുട്ടികളും അങ്ങനെയാണ്. വീണിടത്ത് നിന്ന് കരയുന്ന കുട്ടികൾക്ക് ചെറുതായിട്ടൊരു കുഴപ്പമുണ്ടെന്നാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാറ്റണം അവരെ. വീഴുന്നിടത്ത് നിന്ന് പിന്നെയും അമ്മ കൈകാട്ടി വിളിക്കുന്ന സമയത്ത് എഴുന്നേറ്റോടും. അങ്ങനെ ആയിരക്കണക്കിന് പ്രാവശ്യം വീണിട്ടാണ് നമ്മളെല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ട്രെയിനിങ്ങിന്റെ പോലെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്പർ 1, നമ്മുടെ ഏജ് വൈസ് നമ്മുടെ തോട്ട്, ഏത് ഏജിലാണ് നമ്മളെങ്കിലും നേർപാതിയിലേക്ക് ചുരുക്കുക എന്നത് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മുടെ മെന്റൽ ഏജ് നമുക്ക് ഫിറ്റായി മാറുന്നു. ഒരുപക്ഷെ നമുക്ക് രോഗം വരാം, ഒരുപക്ഷെ ജീവിതത്തിന്റെ ഈ ഒരു വല്ലാത്ത ഗതിയിൽ നമ്മൾ അസ്തമിക്കാം. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം നമ്മൾ എത്രയാണോ ജീവിച്ചിരിക്കുന്നത് ആ സമയത്തൊക്കെയും
നമ്മുടെ വയസ്സ് നേർ പാതി എന്ന ഒരു തോന്നലായിരിക്കണം ആദ്യം ഉണ്ടാകേണ്ടത്. രണ്ടാമത്തത്, നമ്മൾ അധ്യാപകരാണ്. അധ്യാപകരാകുമ്പോൾ അതിന്റെ ഫിലോസഫി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹു ഈസ് എ ടീച്ചർ എന്നത്. ഞാൻ ഗൗരവമായി സംസാരിക്കല്ല, പക്ഷെ ഇതൊരു ഗൗരവമായ സദസ്സായതുകൊണ്ട് അങ്ങനെ സംസാരിക്കും. ആരാണ് ഒരു അധ്യാപകൻ എന്ന ചോദ്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടീച്ചർ, ആചാര്യ ആൻഡ് ഗുരു? ഇതിന് കൃത്യമായൊരു മറുപടി ഈ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്ന ഒരാൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു സാധനം വാങ്ങിക്കാൻ ഒരു 5000 രൂപ ഞാൻ ഇപ്പോൾ തരാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ടീച്ചർ, ആചാര്യ ആൻഡ് ഗുരു? ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. എന്താന്ന് ഇങ്ങനെ സൈഡ് ടോക്ക് നടത്തണ്ട. നമ്മൾ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വെളിച്ചം എനിക്കൊരു തടസ്സമായി നിൽക്കുന്നുവെങ്കിലും എല്ലാവരെയും കാണുന്നുണ്ട്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും എഴുന്നേറ്റിട്ട്? ഒരു അധ്യാപകനും ആചാര്യനും ഗുരുനാഥനും തമ്മിൽ എന്താ വ്യത്യാസമാണ്? കൃത്യമായി പറയുന്നവർക്ക് 5000 രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ തരും. ഹാരിസിനെ ഞാൻ ബുദ്ധിമുട്ടിക്കൂല. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പറഞ്ഞാട്ടെ. സമയമില്ല കേട്ടോ, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാൻ എല്ലാറ്റിനും. എന്നാലും നിങ്ങൾക്ക് പൈസ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. എന്റെ പരിപാടി ക്ലാസ് എടുക്കൽ മാത്രമല്ല കേട്ടോ, ഞാൻ ഹാരിസിനെ പോലെ ഒരു ബിസിനസ്സുകാരനും കൂടിയാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ, ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിൽപ്പെട്ട ആരെങ്കിലും. 5000 രൂപ വേണ്ട? ഞങ്ങൾക്ക് എന്ത് 5000 എന്ന്? ശരി, 10000. ഞാൻ അധ്യാപകരോടായി ചോദിക്കുന്നത്, കോർലെസ്, ഞാൻ അധ്യാപകരോടാ ചോദിക്കുന്നത്, എന്താണ് ടീച്ചറും ആചാര്യനും ഗുരുവും തമ്മിലുള്ള വ്യത്യാസമെന്ന്? കൃത്യമായിട്ട് പറയണം കേട്ടോ. ആരവിടെ? പറഞ്ഞോ. ആരാ എഴുന്നേറ്റ്? മോളാണോ? യെസ്. അങ്ങനെ കൈയെത്തി പറയാൻ പറ്റണം. ശരി, ആ മൈക്കൊന്ന് അങ്ങോട്ട് കൊടുത്താട്ടെ. കൃത്യമായി പറയുന്നവർക്ക് 10000 രൂപയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കുറച്ച് പൈസ ഒക്കെ തന്നിട്ട് പോവാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മോളെ, അങ്ങോട്ട് കൊടുത്തേക്ക്. വേഗം കൊടുത്തേക്കണേ, കാരണം അതൊരു ഇന്ററാക്റ്റീവ് സദസ്സാക്കാനും വേണ്ടിയിട്ടാണ്. അധ്യാപകനും ആചാര്യനും ഗുരുനാഥനും തമ്മിലുള്ള വ്യത്യാസം. മോൾക്ക് ആവേശം കൊണ്ട് ഓടുകയാണ് അവള്. ഓക്കെ, പറഞ്ഞോളൂ. കൃത്യമായിട്ട് പറയണേ. ഞാൻ 10000 കിട്ടാൻ വേണ്ടി പരമാവധി നോക്കും, എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ. പറഞ്ഞോളൂ. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഐ ആം ഷെഫീജ സിദ്ദീഖ്, ഒക്ടോബർ ബാച്ചസ്. എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുത്താട്ട് അത്ര ധൈര്യമായിട്ട് വന്നിട്ട് പറയുന്നത് കൊണ്ടൊക്കെ റൈറ്റ്. യു ക്യാൻ പ്രൊസീഡ്. ടീച്ചർ എന്ന് പറഞ്ഞാല് ഒരു സ്റ്റുഡൻസിനായിട്ടൊരു ഇന്ററാക്ഷൻ കൊടുക്കുന്ന ഒരാളാണ് ടീച്ചർ. സ്റ്റുഡൻസ് ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൽ കൂടെ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, എങ്ങനെ ഒരു നല്ല ഒരു വിദ്യാർത്ഥി സമൂഹം പടുത്തുയർത്തണം. ആചാര്യ, ഗുരു എന്ന് പറയുന്നത് വഴികാട്ടിയാണ്. ആചാര്യനോ? ആചാര്യ എന്ന് പറയുമ്പോ നമ്മുടെ അറിവുകളെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു. അധ്യാപകനും തമ്മിൽ വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമുണ്ട്, ചെറിയൊരു. എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുത്താട്ടെ. ആ കുട്ടി അത്രയെങ്കിലും പറഞ്ഞല്ലോ. ഇനി പോയിരുന്നു. നമുക്ക് എന്ന് പറഞ്ഞ നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ബട്ട് വി യൂസ് അവർ എബിലിറ്റീസ് മോർ ആൻഡ് മോർ, വർക്ക് ഹാർഡ്ലി, സോ സക്സസ് വിത്ത് us എന്ന ഒരു അഡ്വൈസ് ആണ് ഞാൻ ഈ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റുഡൻസിനോടും കൊടുക്കുന്നത്. Thank you sir, thank you. Nothing is impossible is a word from rise from the desk of Napoleon Bonaparte, I think, right? But now we can change that word. Impossible is nothing. Not nothing is impossible. You can say nothing is impossible. No, impossible is nothing. That is the new word for new era, right? ആദ്യമായിട്ട് പറയാണ്, ഇനി ഒരിക്കലും നമ്മൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പഴയ വാക്ക് പറഞ്ഞിരിക്കരുത്. ഇനി നമ്മൾ പറയേണ്ടത് തല തിരിച്ചിട്ടാണ്. ഇമ്പോസിബിൾ ഈസ് നത്തിങ്. അസാധ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞ്, നമ്മൾ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞത് പോലും സാധ്യമെന്നതല്ല, ഇമ്പോസിബിൾ എനിക്കൊന്നുമല്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, റൈറ്റ്. ഗുരു എന്ന് പറയുന്നതിന്റെ ആ കുട്ടി പറഞ്ഞു തുടങ്ങി, പക്ഷേ കൃത്യമായ അർത്ഥം പറഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനോട് പറഞ്ഞോട്ടെ,
അധ്യാപകൻ എന്ന് പറഞ്ഞാൽ തന്റെ അധ്യായങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവനാണ്. അധ്യായങ്ങളെ മാത്രം. പല ടീച്ചേഴ്സും ഇന്ന് അങ്ങനെയായിപ്പോയി. ഒരുപാട് ടീച്ചേഴ്സ് അങ്ങനെയായിപ്പോയി. തന്റെ അധ്യായങ്ങളെ മാത്രം അധ്യാപനം നടത്തും. അധ്യായത്തിന്റെ വേറെയാണ്, ഇത് വേറെയാണെങ്കിൽ പോലും തന്റെ അധ്യായങ്ങളെ അധ്യാപനം നടത്തുന്നവനാണ്, അഥവാ അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവനാണ് എന്നത് കറക്റ്റ്. പക്ഷേ ആരാണ് ആചാര്യൻ? ആചാര്യൻ എന്ന വാക്കിന്റെ അർത്ഥം താൻ പറയുന്ന കാര്യങ്ങളെ തന്റെ ജീവിതത്തിൽ ആചരിക്കുന്നവന്റെ പേരാണ് ആചാര്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താൻ പറയുന്നത് എന്താണോ ആ മൂല്യങ്ങളെ തന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവനെയാണ് ആചാര്യ എന്ന് പറയുന്നത്. ഇത് ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷനാണ്. ആ ഒരു ആചാര്യനായി നമ്മൾ മാറണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു പക്ഷേ കഥ ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു എന്ന് പറയപ്പെടുന്നു, അതല്ല ഗാന്ധിജിയാണെന്ന് പറയപ്പെടുന്നു, അതല്ല സാക്ഷാൽ ശ്രീബുദ്ധനാണെന്ന് പറയപ്പെടുന്നു. കഥ ആരുടേതുമാകട്ടെ, ഒരു കുട്ടിയെയും കൊണ്ട് അമ്മ ഈ ഗുരുജിയുടെ അടുക്കൽ പോകുന്നു. കുട്ടി നന്നായി മധുരം കഴിക്കുന്നത് കൊണ്ട്, കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മധുരം കഴിക്കുന്നത് കൊണ്ട് കുട്ടിയെ ഉപദേശിക്കണമെന്ന് ആചാര്യനോട് പറയുന്നു. ആചാര്യൻ അപ്പോൾ തലയിൽ തലോടിക്കൊണ്ട് അടുത്ത ആഴ്ച വന്നോളൂ, ഞാൻ പറയാമെന്ന് പറയുന്നു. അടുത്ത ആഴ്ച നല്ലൊരു ഉപദേശമുണ്ടാകുമെന്ന് വിചാരിച്ച് ആ അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. പിറ്റത്തെ ആഴ്ച വന്നിട്ട് ഈ ഗുരുവിനോട് വീണ്ടും പറയുന്നു, ഗുരുവെ ഒന്ന് ഉപദേശിക്കണം, ഇവൻ നന്നായി മധുരം കഴിക്കുന്നു. അപ്പൊ വീണ്ടും തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ ഇന്നു മുതൽ നീ മധുരം കഴിക്കരുത് എന്ന്. ആ സമയത്ത് ഈ അമ്മ കരിശം വരുന്നു. വേറെ ഉപദേശമൊന്നുമില്ല. ഈ വാക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ പോരായിരുന്നോ എന്നതാണ് ചോദ്യം. ഈ വാക്ക് കൃത്യമായി കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്രയും പ്രാവശ്യം ഒരുപാട് കാത്തിരിപ്പിന് ശേഷം വീണ്ടും വരണമായിരുന്നോ എന്ന മൗനമായ ചോദ്യത്തിന്റെ ഉത്തരം ആ ഗുരു കൊടുത്തില്ല. ഇറങ്ങിപ്പോരുന്ന സമയത്ത് വഴിയോരത്ത് നിൽക്കുന്ന ഒരു പാവം സേവകൻ അദ്ദേഹത്തോട് അരിശത്തോടു കൂടി പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഉപദേശിക്കാമെന്ന് പറഞ്ഞിട്ട് ആകെ പറഞ്ഞത് ഇന്നു മുതൽ നീ മധുരം കഴിക്കരുത് എന്നാണ്. ആ സേവകൻ കൊടുത്ത മറുപടി, നിങ്ങളാണോ ആ ആൾ എന്നതാണ്. ഓ, ആ ആൾ നിങ്ങളാണോ? ആ ആളോ? ഏതാൾ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, ഞാനാണ് ഈ ഗുരുനാഥന് എന്നും പലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന ആള്. അദ്ദേഹം നന്നായി മധുരം കഴിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ ഒരു ആഴ്ചയായിട്ട് ഇങ്ങനെ മധുരം കുറച്ച് വന്നിട്ട് എന്നോട് പറയായിരുന്നു, എനിക്ക് അടുത്ത ആഴ്ച ഒരു കുട്ടിയെ ഉപദേശിക്കാനുണ്ട്, അതിന് ഞാൻ ആദ്യം മധുരം നിർത്തണമെന്ന്. ആ ആള് നിങ്ങളാണോ എന്നാണ്. അതാണ് ടീച്ചറും ആചാര്യനും തമ്മിലുള്ള വ്യത്യാസം. താൻ പറയുന്ന മൂല്യങ്ങളെ അഥവാ തന്റെ ജീവിതത്തിൽ പകർത്തിക്കൊടുക്കുന്നവന്റെ പേരാണ് സത്യത്തിൽ ആചാര്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും, ഇവിടെ വുമൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ആചാര്യന്മാരാണ്. ആചാര്യൻ പിന്നെ ഗുരുനാഥനായി മാറും. ആ ഗുരുനാഥനും ആചാര്യനും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ്? ഗുശബ്ദം അന്ധകാരം താൻ, രുശബ്ദം തൻ നിരോധകമെന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ. ഗു എന്ന് പറയുന്ന ശബ്ദം അന്ധകാരമാണ്, രു എന്ന് പറയുന്ന ശബ്ദം അതിന് നിരോധകമാണ് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഹെർമൻ ഹെസ്സയെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹെർമൻ ഹെസ്സയുടെ പുസ്തകം വായിച്ചവരൊന്ന് കൈപ്പൊക്കിയാട്ടെ. ഞാൻ ടീച്ചേഴ്സിനോടാണ് ചോദിക്കണേ. അവരവന്റെ സബ്ജക്റ്റ് മാത്രം വായിച്ചാൽ പോരാ. ലോകത്തിലെ ഒരുപാട് ജ്ഞാനത്തിന്റെ ഉറവിടങ്ങളുണ്ട്. അത് മുഴുവനും നമ്മൾ വായിച്ചിരിക്കണം. ബിക്കോസ് വി ആർ ടീച്ചേഴ്സ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് എന്റെ സബ്ജക്ട് പഠിച്ചാൽ പോരെ, നമുക്ക് നമ്മുടെ സബ്ജക്ട് പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പോരാ. അപ്പുറത്തിരിക്കുന്ന കുട്ടി അഗസ്റ്റിക് ഹോംസെ ഈസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പഠിക്കുമ്പോ, ഇപ്പുറത്തെ എക്കണോമിക്സിലെ ടീച്ചർ, എക്കണോമിക്സിന്റെ ഫാദർ ആര്? ആഡം സ്മിത്ത് ആണെന്ന് പഠിക്കുമ്പോ, അപ്പുറത്തെ കുട്ടി ജിയോഫ്രിൻ ചോസർ ഈസ് ദ മോഡേൺ ഇംഗ്ലീഷ് ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എന്ന് പഠിക്കുമ്പോ, ഓരോ കുട്ടിയുടെയും, അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഈസ് ദ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് സൈക്കോളജിസ്റ്റുകൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ സൈക്കോളജി വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ, ഈ ജനറൽ ആയിട്ടുള്ള എല്ലാ എഡ്യൂക്കേഷനും ഉണ്ടാകേണ്ടുന്ന ആളുകളുടെ പേര് കൂടിയാണ് അധ്യാപകൻ. ഞാൻ ഒന്നും കൂടി പറയുന്നു. അപ്പുറത്ത് ചിലപ്പോൾ ഇരിക്കുന്നത് വേറെ സെഗ്മെന്റ് കുട്ടികളായിരിക്കാം. പക്ഷെ ആ കുട്ടികൾക്കിടയിൽ ഒരു വല്ലാത്തൊരു സ്വാധീനം നമുക്കുണ്ടാകണമെങ്കിൽ അവരുടെ സബ്ജക്റ്റ് കൂടി നമ്മൾ അറിഞ്ഞേ പറ്റൂ. നമ്മൾ ഹിസ്റ്ററി പഠിക്കാത്ത കുട്ടിയായിരിക്കാം ഒരു പക്ഷേ, ചിലപ്പോൾ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയായിരിക്കാം. ലിറ്ററേച്ചർ വിദ്യാർത്ഥി കാര്യമായിട്ട് പഠിക്കുന്നത് ട്രാജഡിയും കോമഡിയും, കോമിക് ട്രാജഡിയും ട്രാജിക് കോമഡിയുമാണ്. ഷേക്സ്പിയറിന്റെ ഗഥയുടെ, ലിയോ ടോൾസ്റ്റോയുടെ, വില്യം വേർഡ്സ്വർത്തിന്റെ, കീറ്റ്സിന്റെ, ഷെല്ലിയുടെ ഗഥയുടെ ഒരുപാട് നോവലുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആ പഠിത്തത്തിൽ നിന്ന് മാറിയിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ആ ഷേക്സ്പിയറിന്റെ എല്ലാം പഠിക്കുമ്പോഴും, ഈ എഴുത്തുകാരുടെ മുഴുവൻ നമ്മൾ പഠിക്കുമ്പോഴും സോഷ്യോളജിയിലേക്ക് ഒരു എത്തിനോട്ടം നടത്തണം. സാറേ, ഞങ്ങൾ TTC ആണ്, ഞങ്ങൾ PPTTC ആണ് എന്നൊന്നും നിങ്ങൾ പറഞ്ഞേക്കരുത്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ കൊളാബറേറ്റീവ് എഡ്യൂക്കേഷൻ വരാൻ പോകുന്നു. AI കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഞാൻ ഒന്നും കൂടി പറയാം. ഒരു സബ്ജക്റ്റ് ഒരു ടീച്ചർ കൈകാര്യം ചെയ്യുന്നു എന്നത് മാറി
ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സിന് ആവശ്യമുള്ള കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് കൊളാബറേറ്റീവ് എഡ്യൂക്കേഷൻ, കൊളാബറേഷൻ. ആ കൊളാബറേഷൻ AI എത്ര വരെ വരുന്നു എന്നറിയോ നമുക്ക്? ഗുരുവിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ അതിലേക്ക് പോകാം. അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നവന്റെ പേരാണ് ഗുരു. ഹെർമൻ ഹെസയുടെ ഒരു പുസ്തകമുണ്ട്. ഹെർമൻ ഹെസയുടെ പുസ്തകത്തിന്റെ പേര് സിദ്ധാർത്ഥ എന്നാണ്. എന്താ സിദ്ധാർത്ഥ എന്ന പുസ്തകത്തിന്റെ ഉറവിടം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫാക്ട് എന്താണ്? സിഗ്മണ്ട് എന്ന് പറയുന്ന ആളുകൾ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ എന്ന് പറയുന്നത് ഹെർമൻ ഹെസയുടെ പുസ്തകം. അതിൽ ശ്രീബുദ്ധനെ കുറിച്ചാണ് പറയുന്നത്. ദ ടീച്ചിങ് പെഡഗോഗിയിൽ രണ്ടുപേരെ ലോകത്തിൽ നിങ്ങൾ പഠിച്ചേ പറ്റൂ. ടീച്ചിങ് ഓഫ് ബുദ്ധ ആൻഡ് ടീച്ചിങ് ഓഫ് ഇമാം ഗസാലി. ഞാൻ വീണ്ടും പറയുന്നു, ഫിലോസഫേഴ്സ് മുഴുവൻ പഠിക്കുന്ന രണ്ട് ടീച്ചേഴ്സാണ് ടീച്ചിങ് ഓഫ് ബുദ്ധ ആൻഡ് ടീച്ചിങ് ഓഫ് ഇമാം ഗസാലി. കാരണം രണ്ടുപേരും സംവേദനം നടത്തിയത് രണ്ട് കമ്മ്യൂണിറ്റിയോടാണെങ്കിലും അവരെ മുഴുവനും എടുത്തുയർത്താൻ കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റിയുള്ള ആളുകളായിരുന്നു അവര്. ഇതൊരു പ്രസംഗം പോലെ നിങ്ങൾ കേട്ടുപോകരുത്. ഞാൻ ചില ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാം. നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും പറയുന്നു, ഗുരു എന്ന് പറയുമ്പോൾ അന്ധകാരത്തെ, ഗുശബ്ദം അന്ധകാരം താൻ, രു ശബ്ദം തൻ നിരോധകം. ഗുരു എന്ന് നമ്മൾ പഠിക്കുമ്പോൾ രണ്ടക്ഷരമാണ്. ഒന്ന് ഗു, അത് അന്ധകാരം നിറഞ്ഞതാണ്. രു, അതിന് നിരോധകമാണ്. ശ്രീബുദ്ധൻ അവസാനം തന്റെ ഹെർമൻ ഹെസയുടെ പുസ്തകത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശ്രീബുദ്ധനെ കുറിച്ചാണ് ആ പുസ്തകം. ശ്രീബുദ്ധന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്നാണ്. അതുകൊണ്ടാണ് സിദ്ധാർത്ഥ എന്ന പുസ്തകത്തിന് പേര് കൊടുത്തത്. ആ സിദ്ധാർത്ഥ പുസ്തകത്തിന്റെ അവസാനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബുദ്ധൻ ചോദിക്കുന്നു ആരോട്? സിദ്ധാർത്ഥനോട്. സിദ്ധാർത്ഥ, ഞാനാണോ ഗുരു അതോ നീയാണോ ഗുരു? ഞാനാണോ ഗുരു അതോ നീയാണോ ഗുരു? അപ്പൊ സിദ്ധാർത്ഥൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലെയോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്നിനോട് കൊടുക്കുന്ന മറുപടി പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇന്നലെയോട് ചോദിക്കുമ്പോൾ ഇന്നിനോട് കൊടുക്കുന്ന മറുപടി. സിദ്ധാർത്ഥനും ബുദ്ധനും ഒരാളാണ്, രണ്ടാളല്ല. അതുകൊണ്ട് തന്റെ അന്ത്യയാമത്തിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ശ്രീബുദ്ധൻ ചോദിക്കുന്ന ചോദ്യമാണ്, സിദ്ധാർത്ഥ അഥവാ എന്റെ കുട്ടിക്കാലമേ, നീയാണോ ഗുരു അതോ ഞാനാണോ ഗുരു? അതിൽ സിദ്ധാർത്ഥൻ കൊടുക്കുന്ന മറുപടിയാണ്, നീയാണ് ഗു, ഞാനാണ് രു, നമ്മൾ രണ്ടും ചേർന്നാൽ ഗുരു എന്നാണ്. നീയാണ്, ഞാനാണ് ഗു, നീയാണ് രു, നമ്മൾ രണ്ടും ചേർന്നാൽ ഗുരു. അഥവാ ഞാൻ അന്ധകാരമായിരുന്നു സിദ്ധാർത്ഥൻ, അവിടെ നിന്നെല്ലാം പോയി നിങ്ങൾ പിന്നെ വെളിച്ചം വീശുന്ന ഒരു മഹാ വ്യക്തിത്വമായി മാറി. അതുകൊണ്ട് നിങ്ങൾ രുശബ്ദമാണ്, അഥവാ നിരോധകമാണ്, വെളിച്ചത്തെ കൊണ്ടുവരുന്ന, ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്നവന്. അപ്പൊ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ കേവലം ടീച്ചിങ് പ്രോസസ് മാത്രം നടത്തുന്നവനാണ്. അങ്ങനത്തെ ഒരു ടീച്ചേഴ്സിന് ഇനിയുള്ള കാലത്തിൽ ആവശ്യമില്ല. പിന്നെയോ ഏത് AI വന്നാലും, ഏത് ലോകം കീഴടക്കിയാലും മനുഷ്യന്റെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതിന് മനുഷ്യൻ തന്നെ വേണം. ഹ്യൂമാനിറ്റേറിയൻ ആംഗിളിന് മനുഷ്യൻ തന്നെ വേണം. അതുകൊണ്ട് ടീച്ചേഴ്സ് ഒരിക്കലും നിലക്കാത്ത പ്രവാഹമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ ഏതാണെന്നറിയോ? അതിനി 10,000 ഒന്നും തരില്ല, അതൊന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഈ ലോകത്തിലെ ബെസ്റ്റ് കരിയർ ഏതാ? എഞ്ചിനീയറിംഗ്, ടീച്ചിങ്, ഡോക്ടേഴ്സ്, കളക്ടേഴ്സ്, അല്ലേ? ടീച്ചിങ്. ഈ ലോകത്തെ ബെസ്റ്റ് പ്രൊഫഷൻ ഏതാണെന്നറിയോ? ടീച്ചിങ് അതിന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. ടീച്ചർ ഒരു സാധനം ആകുമ്പോഴാണ് ആ പൊസിഷനിലേക്ക് എത്തുള്ളൂ. ആര്? പാരന്റ്? നോ. ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് പ്രൊഫഷൻ നിങ്ങളൊന്ന് ചിന്തിക്കണേ. ഒന്ന് പറയാൻ പറ്റുമോ? ആ വാക്ക് അങ്ങനെ തന്നെ പറയുന്നവർക്ക് 1,000 രൂപ തരാം. പറയുന്നവർക്ക് എല്ലാവർക്കും ഇല്ല കേട്ടോ, ഫസ്റ്റ് പറയുന്നവർക്ക്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ടി. എങ്ങനെ? ആര്? ആചാര്യ? മാതാവോ? സയന്റിസ്റ്റ്? ആചാര്യൻ? നോ. ഈ ലോകത്തിലെ നമ്പർ 1 പ്രൊഫഷൻ നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്താലും ഒന്നേ കിട്ടൂ, സോഷ്യൽ റിഫോമർ. സമൂഹത്തെ എടുത്ത് ഉദ്ധരിക്കുന്നവൻ, സമൂഹത്തെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നവൻ, അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ടീച്ചർക്കാണ് ഏറ്റവും കൂടുതൽ അതാകാനുള്ള സാധ്യത. പക്ഷേ തന്റെ സബ്ജക്റ്റിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ അയാൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നില്ല. കാരണം അവൻ സബ്ജക്റ്റ് മാത്രം പഠിപ്പിക്കുന്ന ആളായി മാറി. നേരെ മറിച്ച് ഇപ്പൊ കേരളക്കരയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാം. കേരളത്തിലെ എന്നത്തെയും മാഷ് എന്ന് വിളിച്ചിരുന്ന ഒരു ഗുരുനാഥനുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ
അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്നാണ്. അഴീക്കോട് മാഷ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അഴീക്കോട് മാഷ് ബികോമിൽ 1ാം റാങ്കുകാരനാണ്. അദ്ദേഹം ആകേണ്ടിയിരുന്നത് അക്കൗണ്ടൻസിയിലെ എന്തെങ്കിലും ഒരു സാധനമായിരുന്നു. ഫിനാൻഷ്യൽ അനലിസ്റ്റോ അല്ലെങ്കിൽ ആ ലെവലിലെ CA-കാരനോ ഒക്കെ ആകണമായിരുന്നു. പക്ഷെ അദ്ദേഹം തന്റെ ഫസ്റ്റ് റാങ്ക് വെട്ടിയിട്ട്, അഥവാ ആ ഒരു സർട്ടിഫിക്കേഷൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും BA മലയാളം ചെയ്ത ആളാണ്. പിന്നെ MA മലയാളം, പിന്നെ സാൻസ്ക്രിറ്റ്, ഇങ്ങനെ ഏറ്റവും വലിയ പതിപ്പിലേക്ക് പോയിട്ട് അവസാനം സ്റ്റേജിലും പേജിലും നിറഞ്ഞു നിന്ന മനുഷ്യനായത് അഴീക്കോട് മാഷ് എന്ന പ്രയോഗമായിരുന്നു. മാഷ എന്ന പ്രയോഗമാണ്. ഈ മാഷ എന്ന പ്രയോഗം എങ്ങനെ വന്നതാണെന്നറിയോ? എന്താ നിങ്ങൾ പറയാത്തെ? മാഷെ എന്ന് നമ്മൾ പറയില്ലേ, മാഷെ എന്ന് വിളിക്കൂല. എന്നെ സ്റ്റുഡൻസ് ഒക്കെ മാഷ എന്ന് വിളിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മാഷ എന്നാണ്. അതൊരു പേരിന്റെ ഷോർട്ടാണ്. എന്താന്ന് പറയാൻ പറ്റുമോ? അല്ലേ? സമയമില്ലാത്തതുകൊണ്ട് കുറെ ചോദിക്കാൻ പറ്റുന്നില്ല. മഹർഷെ എന്ന വാക്കിന്റെ ചുരുക്കപ്പേരാണ് മാഷെ. മഹർഷെ എന്ന് പറയുന്നത്, അഥവാ ജ്ഞാനവിദ്വാനെ എന്ന് വിളിക്കുന്നതിന്റെ പകരപ്പേരാണ് മഹർഷെ എന്നതിന്റെ ഷോർട്ട് ഫോം മാഷെ. അല്ലാതെ മാഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കഞ്ഞി എന്നൊരർത്ഥം ഉണ്ടല്ലേ സാറേ? ഇതാ അവിടെ സാർമാരിയിരിക്കുന്നു. ആ കഞ്ഞിയല്ല. ഇന്ന് പല അധ്യാപകരും കഞ്ഞിയായി മാറുകയാണ്. ഇന്ന് പല അധ്യാപകർ ആരായി മാറുകയാണ്? കഞ്ഞിയായിട്ട് മാറുകയാണ്. പകരം നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളെ അതിമനോഹരമായി വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു നവീകാരകനായി, നവോത്ഥാന പ്രക്രിയയുടെ ആളായി മാറുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ലോകം കണ്ട ഏറ്റവും വലിയ അധ്യാപകനാകുന്നത്. അപ്പൊ ഓരോരുത്തർക്കും എത്ര സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റുമോ, എത്ര ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുമോ, അതാണ് നമ്മുടെ വിധാനം. അതാണ് നമ്മുടെ വിധാനം. അങ്ങനെ ആയിട്ടുണ്ട് പലരും. പലരും നമ്മൾ വിലയിരുത്തും. ഇവിടെ പെൺകുട്ടികളാണ് എല്ലാവരും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പലരും നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കാരണം വിലയിരുത്തൽ പാടെ നഷ്ടപ്പെടുന്നത് ആദ്യം രക്ഷിതാക്കളുടെ കയ്യിലാണ്. നമ്മളെല്ലാവരും രക്ഷിതാക്കളുമാണല്ലോ. രക്ഷിതാക്കളുടെ കരങ്ങളിലാണ് കുട്ടിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. അഥവാ ഫെയിൽഡ് ആകുന്നത് അവിടെയാണ്. അവിടുന്ന് ജന്മമെടുക്കുന്നു, ഫെയിലിയർ ആകുന്നതും അവിടെയാണ്. അമ്മ വിരൽ ചൂണ്ടിട്ട് പറയും നിന്നെ കൊണ്ടൊന്നിനും പറ്റൂല. അച്ഛൻ വിരൽ ചൂണ്ടിട്ട് പറയും നീ എന്തേ ഇങ്ങനെയായിപ്പോയേ. എല്ലാ അച്ഛന്മാരുടെയും ഈ ലോകത്തിൽ വിലയിരുത്താൻ, എല്ലാറ്റിനെ വിലയിരുത്താനും പറ്റും. നിങ്ങൾക്കൊരു ഫ്ലൈറ്റിനെ വിലയിരുത്താം. നിങ്ങൾക്ക് റോക്കറ്റിനെ വിലയിരുത്താം. നിങ്ങൾക്ക് ലോകത്തിന്റെ സഞ്ചാരപഥം തീർത്തിട്ടുള്ള ആകാശഗംഗയിലേക്കുള്ള യാത്ര, ആ യാത്രയിൽ പുറപ്പെട്ടിട്ടുള്ള, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രീമതി ശ്വേതാ മേനോനോട് പറയായിരുന്നു, നിങ്ങൾ താരസംഘടനയിലെ പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തണമെന്ന്. അപ്പോഴാണ് താരങ്ങളിലേക്ക് എന്ന ഡൗട്ട് ഫുൾ ഇല്ലാത്ത ഒരു സെറ്റിൽമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു സെന്റൻസിലേക്ക് നിങ്ങൾ എത്തുകയെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള പേടകത്തെയും നമുക്ക് വിലയിരുത്താം. ഈ ലോകത്തിൽ വേഗതയെ വിലയിരുത്താം. ഈ ലോകത്തിൽ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരാളെ ഉള്ളൂ. അവന്റെ പേരാണ് ഹ്യൂമൻ, അഥവാ മനുഷ്യനെന്ന്. ഞാൻ വെറുതെ പറയുന്നതല്ല. മനുഷ്യരെ വിലയിരുത്താൻ ആർക്കും കഴിയില്ല. അവൻ എവിടെ എത്തുമെന്നും ആർക്കും അറിയില്ല. അത്ര ശക്തനാണ് മനുഷ്യൻ, അത്ര ശക്തനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയും അങ്ങനെ. ഒരു പാവം കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി ക്ലാസ് റൂമിൽ ബെസ്റ്റ് അല്ലാത്തതിന്റെ പേരിൽ, ക്ലാസ് റൂമിൽ നിന്നിട്ടെന്ന് 2 വാക്ക് പറഞ്ഞാൽ പറയാത്തതിന്റെ പേര്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +2 കഴിഞ്ഞാലും ഒരിക്കൽ പോലും, ഇപ്പൊ ഇവിടെ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ സദസ്സിൽ ഇങ്ങനെ മൈക്കിൽ നിൽക്കുന്നത് എന്ന്. +2 വരെ പഠിച്ചാലും ആളുകൾ അഭിസംബോധന ചെയ്യേണ്ടില്ലാത്ത ഒരേ ഒരു സിലബസാണ് ഇന്ത്യൻ സിലബസ്. നിങ്ങൾ ക്ഷമിക്കണം ഞാൻ പറയുന്നത്. +2 വരെ പഠിച്ചാലും ഒരിക്കലും ആളുകളോട് 2 വാക്ക് പറയേണ്ട ഒരു ആവശ്യവും വരുന്നില്ല കമ്പൽസറി ആയിട്ട്. ആ ഒരു സിലബസ് ഒന്നും മാറ്റിയേ പറ്റൂ. മനുഷ്യന് ഏറ്റവും കൂടുതൽ ധൈര്യമുണ്ടാകുന്നത് ആളുകൾ അഭിസംബോധന ചെയ്യുമ്പോഴാണ്. അങ്ങനെ ക്ലാസ് റൂമിൽ UK എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ എപ്പോഴും അഭിസംബോധന ചെയ്യണം. നാളെ പഠിപ്പിക്കാനുള്ള സബ്ജക്റ്റിനെ ഇന്ന് പഠിച്ചു വന്നിട്ട് കുട്ടികൾ അവതരിപ്പിക്കണം. ആ അവതരണത്തിന് സിനാപ്സിസ് തയ്യാറാക്കണം. അതാണ് അവിടുത്തെ സിസ്റ്റം. ഇപ്പൊ എന്റെ മകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ സിസ്റ്റത്തിൽ പഠിച്ച കുട്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നമ്മൾ പ്രസന്റേഷൻ മോഡിലൂടെ കടന്നു പോകണം. ആ പ്രസന്റേഷൻ മോഡ് എന്ന് പറയുന്നത് നമുക്കില്ലാതെ വരുമ്പോൾ വേറെ കുറെ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകൂടി, ഈ കാണുന്ന പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ആ കുട്ടി പിന്നീട് സങ്കടത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നു. ആ കുട്ടിയെ ഒന്നിനും പറ്റാത്തവനെന്ന് സ്വന്തം അച്ഛൻ പോലും വിധി എഴുതുന്നു. അവസാനം പിന്നീട് ഏറ്റവും വലിയ പ്രധാനമന്ത്രിയായി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി വിൻസ്റ്റൺ ചർച്ചിൽ മാറുമ്പോ
ലോകത്തിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന 5 പ്രഭാഷകരിൽ ഒരാളായി വിൻസ്റ്റൺ ചർച്ചിൽ മാറുന്നു. ക്ലാസ്സിൽ നിന്ന് ഒരക്ഷരം മിണ്ടാതെ പുറത്തിറങ്ങേണ്ടി വന്ന കുട്ടിയുടെ അവസ്ഥയാണത്. ഒരാളെയും നമ്മൾ വിലയിരുത്തരുത്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രഭാഷണം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് 22 രാജ്യത്തോട് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രഭാഷണമാണ്. ഈ വിൻസ്റ്റൺ ചർച്ചിൽ പ്രസംഗം അറിയില്ല എന്ന് മാത്രമല്ല, ക്ലാസ് റൂമിൽ നിന്ന് ആളുകളോട് മിണ്ടാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ പലപ്പോഴും നിരാകരിച്ചിരുന്നു വിൻസ്റ്റൺ ചർച്ചിലിനെ. ഇന്ന് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് ഇൻ ദിസ് വേൾഡ് എന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ അതിൽ ഒരാളുടെ പേര് വിൻസ്റ്റൺ ചർച്ചിൽ എന്നാണ്. കാരണം അദ്ദേഹം സംസാരം തുടങ്ങിയത് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടല്ല. 22 രാജ്യത്തിന്റെ പ്രതിനിധികളോട് അദ്ദേഹം സംസാരിച്ചത് ആദ്യത്തെ വാക്ക് തന്നെ എത്ര മാസ്മരികമായ പ്രയോഗാന്നറിയോ? ആദ്യത്തെ വാക്ക് തന്നെ വാർ ഈസ് ഓവർ ബട്ട് ബാറ്റിൽ ഫീൽഡ് റിമൈൻസ്. വാർ ഈസ് ഓവർ ബട്ട് ബാറ്റിൽ ഫീൽഡ് റിമൈൻസ്. യുദ്ധം കഴിഞ്ഞു, യുദ്ധഭൂമി ബാക്കി കിടക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതുകൊണ്ട് ലോകത്തിലെ മാസ്മരിക പ്രഭാഷകനായി, മാസ്മരികമായ വ്യക്തിത്വമായി, ലോകം കണ്ട ഏറ്റവും വലിയ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറുമ്പോഴാണ് വിലയിരുത്തപ്പെട്ട അധ്യാപകരെല്ലാവരും പുറത്തേക്ക് നോക്കുന്നത്. വിലയിരുത്തപ്പെട്ട അധ്യാപകരുണ്ടല്ലോ, അല്ലെങ്കിൽ ആ കുട്ടിയെ വിലയിരുത്തിയവരുണ്ടല്ലോ, അവർ എന്നേക്കുമായി ചവറ്റുകൊട്ടയിലേക്ക് ആപ്പതിച്ചു പോകുന്നത് വിൻസ്റ്റൺ ചർച്ചിലാകുമ്പോഴാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെയും നമ്മൾ ഒരിക്കലും എന്താക്കരുത്, നെഗറ്റീവായി വിധി എഴുതരുത്. അവൻ എത്ര മാർക്കില്ലെങ്കിൽ പോലും, അവൻ ഒന്നിനും പറ്റാത്തവനാണെങ്കിൽ പോലും. കാരണം ആ വിലയിരുത്തുകൾ തെറ്റായി പോകും. നമ്മൾ വിലയിരുത്തുന്നത് തെറ്റായി പോകും. ഇങ്ങനെ എത്രയോ ആളുകളുണ്ട്, നമുക്കറിയാവുന്ന ആളുകൾ തന്നെ. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒന്നിനും പറ്റാത്തതിന്റെ പേരിൽ, കുട പോലും ഇല്ലാത്തതിന്റെ പേരിൽ, ഒരു പാവം വെളുത്ത കുട്ടിയുടെ കുടയിൽ നിന്നതിന്റെ പേരിൽ അവനൊന്ന് തള്ളി. ചരിത്രം നമ്മൾ വായിക്കണം. ആരും ശ്രദ്ധിക്കാത്ത മോനാണ്. വെള്ളക്കുട്ടികൾക്കിടയിലൂടെ നടക്കുന്നതിന്റെ പേരിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായി. അവനെ പരിഗണിച്ചില്ല വെളുത്ത കുട്ടികൾ. പക്ഷേ ഒരു ദിവസം മഴയത്ത് ഒലിച്ചു പോകുന്ന ഈ നീർത്തുള്ളികളുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ചാലുകളുണ്ടല്ലോ, അതിലൂടെ നടന്നു പോകുമ്പോ മഴ വല്ലാണ്ട് ഉഗ്രമായപ്പോ ഒരു കുട്ടിയുടെ കൊടയിലേക്ക് മെല്ലെ ഒന്ന് നിന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂ നടക്കുന്ന സമയമായതുകൊണ്ട് ഈ കുട്ടിയെ പിടിച്ച് തള്ളി വെള്ളക്കാരൻ കുട്ടികൾ. ആ സമയത്ത് അദ്ദേഹം ആ ചളിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വെള്ളക്കാരൻ കുട്ടിയെ ഒരു അടിയടിച്ചു. സ്കൂള് ശ്രദ്ധിക്കാത്ത മോനാണ്, സ്കൂളിൽ ഒരക്ഷരവും അറിയാത്ത മോനാണ്. ഒരടിയടിച്ചു. ആ അടിച്ചതിന്റെ പേരിൽ വെള്ളക്കാരൻ കുട്ടികൾ എല്ലാവരും കൂടി കറുത്ത കുട്ടിയെ ചളിയിലിട്ടിട്ട് അമർത്തി. അവരിൽ നിന്ന് കുതറി ഓടി പാവം ഈ കറുത്ത കുട്ടി. അവന്റെ പേര് ആഷസ് എന്നായിരുന്നു. ആ ഓട്ടത്തിൽ അവൻ ആ മഴയെ സാക്ഷിയാക്കിയിട്ട് നിർബന്ധപൂർവ്വം ചിന്തിച്ചതാണ്, വെള്ളക്കാരെയും ലോകത്തിലെ എല്ലാവരെയും ഇടിക്കൂട്ടിൽ വെച്ച് തകർക്കുന്ന ഒരു മനുഷ്യനായി മാറണമെന്ന്. ഒരു നിമിഷത്തെ തീരുമാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇടിവീരൻ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ, ആഷസ് ക്ലേ എന്ന മുഹമ്മദ് അലി ക്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ബോക്സിംഗ് ഇതിഹാസ താരമായി അദ്ദേഹം മാറുമ്പോ സ്കൂളിലെ അധ്യാപകർ വിധി എഴുതിയ കുട്ടിയെ അല്ലായിരുന്നു ആ കുട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയെയും നമ്മൾ വിലയിരുത്തരുത്. ഇന്ന് ദീപശിഖ കൊളുത്താൻ വേണ്ടി പിന്നീട് കാലങ്ങളോളം ഏത് വലിയ ലോക ഒളിമ്പിക്സ് വരുമ്പോഴും ദീപശിഖ കൊളുത്താൻ വേണ്ടിയിട്ട് വിറച്ച കൈകളോടെ, പിന്നീട് അദ്ദേഹത്തിന് കൈയുടെ വിറയുടെ രോഗം വന്നെങ്കിലും വിറച്ച കൈകളോടെ ദീപശിഖ കൊളുത്തിയിരുന്നത് ഈ ആഷസ് ക്ലേ എന്ന മുഹമ്മദ് അലി ക്ലേ ആയിരുന്നു. ടീച്ചർമാരുടെ വിലയിരുത്തലാണ് അവിടെ തെറ്റിപ്പോയത്. കുട്ടികളുടെ വിലയിരുത്തലാണ് അവിടെ തെറ്റിപ്പോയത്. ഇങ്ങനെ എത്ര കഥകൾ. ഇതൊക്കെ കഥകളല്ല, നമ്മുടെ ഇൻസ്പിറേഷനാണ്.